പ്രതിസന്ധികളെ നേരിടുകയാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് കൊണ്ട് പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. CSR ഫണ്ടും വ്യക്തികളുടെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി മാതൃകാപരമായി ആളുകളെ ചേർത്ത് നിർത്താൻ, അവരെ സഹായിക്കാൻ, സർജറികൾ നടത്താൻ, അപൂർവ രോഗമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതിയാണ്. സ്പേസ് ഇക്കോണമി, കേരളത്തിന്റെ സാധ്യതകളെ നമ്മൾ നോക്കിയാൽ ISROയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇപ്പോൾ സ്പേസ് ഇക്കോണമി വലിയ ഒരു സാധ്യതയുള്ള ഏരിയയായി മാറിയിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റുകൾ വരെ വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലത്ത്, ISROയുടെ പ്രധാന കേന്ദ്രമുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തു വരും. പട്ടികവർഗക്കാർക്ക് ആശ്വാസമാകുന്ന വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവരുടെ ഇൻഡിജിനസ് നോളജിനെ കൂടി, പ്രാചീനമായ അറിവുകളെ കൂടി, ആധുനികമായ അറിവുകളെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരിതാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ അതിന്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. റിസർച്ച് പാർക്ക് IIT മദ്രാസ് മോഡലിലുള്ള ഒരു റിസർച്ച് പാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അത് കെയർ ഗിവർ കോഴ്സുകൾ, അതിന്റെ സിലബസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ, ഗവൺമെന്റ് ആശുപത്രികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ ഒരു ബാങ്ക് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി നിക്ഷേപങ്ങൾക്ക്, കൃത്യമായ നിക്ഷേപങ്ങൾക്ക് ആ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സംരംഭം ഉണ്ടാകും. അതുപോലെ റിന്യൂവബിൾ എനർജി, പുനരുപയോഗ ഊർജത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുന്ന, ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി പുതിയതായി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു. നിരവധി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോണും ചില വ്യവസായങ്ങൾക്ക്, ചില സംരംഭങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ സഹായം വേണം. അതിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്
സോൺ ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് കേരളം, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇനി തിരിച്ചറിയണം. കേരള മാർക്ക് കൊടുക്കും, ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള, അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരള ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് ആ ക്വാളിറ്റി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ സ്റ്റെപ്പാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉണ്ടാവും നിരവധി കാര്യങ്ങൾക്ക്. അതുപോലെ ഈ പ്ലാനിൽ ഒരു കുറവ് വരുത്തിയപ്പോൾ അത് പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിച്ചു. തീരപ്രദേശത്തെ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ, പാവപ്പെട്ടവരെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണിത്. അതുപോലെ നഗരവികസനം, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ മാറ്റം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നത്. അതിനാണ് കേരള അർബൻ ഗ്രോത്ത് മിഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ടൂറിസം രംഗത്ത്, ടൂറിസത്തിന് ഒരു ഇൻഡസ്ട്രി ആകാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. എല്ലാ ടൂറിസം സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. പോർട്ട് സിറ്റിയിൽ നിന്ന് തന്നെ ഇന്ന് നമ്മുടെ ടൂറിസം രംഗത്തുള്ളതിന്റെ ഇരട്ടിയിലധികം സാധ്യതകൾ പോർട്ട് സിറ്റിയിൽ നിന്നുണ്ടാവും, ഏവിയേഷൻ ഹബിൽ നിന്നുണ്ടാവും. അതുകൂടാതെ മെഡിക്കൽ ടൂറിസം, കൾച്ചറൽ ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം തുടങ്ങിയ ഒരു ഇന്റഗ്രേഷൻ എല്ലാ ഭാഗങ്ങളുമായി ഉണ്ടാകും. സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കും. ജെറി ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, ചിത്രനഗരം എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ഫിലിം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിൽ കൂടുതൽ ഷൂട്ടിങ്ങുകൾ നടക്കണം. അതിന്റെ ഷൂട്ടിങ്ങിന് മുമ്പും ഷൂട്ടിങ്ങിന് ശേഷവുമുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ, എഡിറ്റിംഗ് ഉൾപ്പെടെ, ക്യാമറ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ, ഡബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഉള്ള ഒരു വലിയ മോഡേൺ ഫിലിം സിറ്റി ആയിരിക്കും ചിത്ര നഗരം. അതുപോലെ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായുള്ള ഒരു കൾച്ചറൽ പാർക്ക്, ആ കൾച്ചറൽ പാർക്ക് വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് കൾച്ചറൽ ടൂറിസത്തിന്റെ ഭാഗമായ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആവും. കേരളത്തിലെ തനത് കലാരൂപങ്ങൾ, നാടകം, സിനിമ, ഡോക്യുമെന്ററി, ജെൻസി ഫിലിംസ്, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ കലാകാരന്മാർക്കും അവർക്കുള്ള വരുമാനമുണ്ടാക്കുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ആർട്ട് ഗാലറികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള വലിയൊരു കൾച്ചറൽ പാർക്കായി അതിൽ മാറ്റും. ജോൺസൺ മാസ്റ്ററുടെ പേരിലും ഗസൽ സംഗീതജ്ഞനായ ഉമ്പായിയുടെ പേരിലും 2 മ്യൂസിക് അക്കാദമികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി പ്രഖ്യാപിച്ച 2 കാര്യങ്ങൾ നടത്തി. ഇനി മൂന്നാമത്തെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചു. കേരളത്തിലെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും ആധുനികവൽക്കരിച്ച എല്ലാ വലിയൊരു പങ്ക് പ്രവാസികൾക്ക് വഹിക്കാൻ കഴിയും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയും അതുപോലെയുള്ള പദ്ധതിയാണ്. നമ്മള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് 28.5% ഉയർത്തി. റബ്ബറിന്റെ താങ്ങുവില 200 250 പാലിന്റെ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ട്. പട്ടിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങൾ, ആന്റി ക്രോപ്സ്, മലയോര മേഖലയിലെ തകർന്നു കിടക്കുന്ന കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ ഉണ്ടാകും. ഭൂനിയമങ്ങൾ ആ കാലത്ത് വന്നപ്പോൾ അത് വളരെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭൂനിയമങ്ങളാണ്. പക്ഷെ പല ഭൂനിയമങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്, പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നതാണ്. അതുകൊണ്ടൊരു ഭൂപരിഷ്കരണം 2 എന്നുള്ള രീതിയിൽ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഒരു സംശയമില്ല.
തോട്ട മേഖലയിൽ ടൂറിസത്തിനും മൾട്ടി ക്രോപ്സിനും പ്രാധാന്യം കൊടുക്കും. ധാരാളം അതുപോലത്തെ സംവിധാനങ്ങൾ, ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ബജറ്റ് പ്രസംഗം വിശദമായി വായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ബജറ്റിലുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ്, ആ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി വളരെ ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം കൂടി ഉണ്ടാക്കും. കൃത്യമായ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും ഓരോ ഈ ബജറ്റിൽ നടത്തിയിട്ടുള്ളത്. ഒരാൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു, സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങൾ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴി സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് ഉണ്ടാക്കിയത്? അല്ലെ, ഏത് മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTC സ്വകാര്യവൽക്കരിച്ചോ? വാട്ടർ തുടങ്ങും അവിടെ, ഒരു സംശയം വേണ്ട. അത് തുടങ്ങുക, അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റ് ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും. പുതിയ ഒരാൾ ജോലി കൊടുക്കാൻ പറ്റില്ല. ഒരേ ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബർ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നു പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടു പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്ക് കേബിൾ പൂട്ടിപ്പോയില്ലേ? കേബിൾ പൂട്ടിപ്പോയി. ഹെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണത്തുകൊണ്ട് അതൊക്കെ നടന്നു? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്പോർട്ടിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാൻ കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിക്രൂട്ട്മെന്റ് വേക്കൻസിയിൽ നിയമിക്കാൻ പറ്റാത്ത സ്ഥാപനമാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് 25 കൊല്ലം നടക്കുവാണ് കേരളം. ഞങ്ങൾ അതല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. ഈ പണം കൊണ്ട് നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ അല്ല. അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണ്. പറയൊരു ഔചിത്യം. അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാർ പരാതി 10 കൊല്ലം മുമ്പുണ്ടായ ഉമ്മൻചാണ്ടി സർക്കാരാണോ? ആണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? ലീവ് ടെൻഡർ അടിച്ചു മാറ്റിയതാണ്. I will tell you, we need money. We need money. For getting money to fill the checker, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So we are going to bring new economic models. There should be financial management. There should be measures to prevent the leakage from the country. There should be a restructure in the
tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and there will be a equitable distribution of wealth, definitely. That was asked the senior citizen department. For the initial expense, we have given 10 crore rupees for initial expense. We are going to declare the detailed project of the senior citizens, not only from the government's exchequer, but there is a scope called hub. We are the number one consumers of 20% വരെ holy content. വൈനും അല്ലാതെ പ്രോത്സാഹിപ്പിക്കും. ഇത് പറഞ്ഞ മാത്രം അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് വേണം, 10 ടാക്സ് ആണ്. വീര്യം കൂടിയ മദ്യത്തിന്റെയും വൈനിന്റെയും ടാക്സ് അല്ലാതെ ഞങ്ങളൊരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ പോയിന്റ് വരെ ഞങ്ങള് 120, അതുപോലെ 0.20 ഒരു ലിറ്റർ ഉണ്ടാക്കിയില്ലല്ലോ. 10 കൊല്ലം 1 ലിറ്റർ ഉണ്ടാക്കിയില്ലല്ലോ. സതേൺ കോറിഡോർ തിരുവനന്തപുരം പോർട്ട് ആയി, ഇക്കോണമി റിലേറ്റഡ് ആയി സംവിധാനങ്ങളെല്ലാം. കൊല്ലം ചെല്ലുമ്പോൾ അത് മിനറൽ പോർട്ടും, ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ പോർട്ടും ഇക്കോണമി. ഇതൊരു ഇക്കണോമിക് ആണ്. കൂടുതൽ തൊഴിൽ സാധ്യതകളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും വരുന്നതിന് വേണ്ടി സതേൺ കോറിഡോർ ഈ 3 ജില്ലകളെ കേന്ദ്രീകരിക്കും. അതോടൊപ്പം ടൂറിസം ഉണ്ടാവും. അല്ലല്ലോ, കാര്യം മിനറൽ അല്ലേ, എല്ലാം ഉണ്ടാവും. അല്ല, ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരത്ത് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. പോകാൻ നേരത്ത് 10 കൊല്ലം ഇതൊന്നും പറ്റിയില്ല. 10 ഇരുന്നപ്പോ പ്രഖ്യാപിക്കാതെ ഇലക്ഷന്റെ സാധനത്തിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി, സ്ത്രീ സുരക്ഷാ പദ്ധതി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഫെബ്രുവരി ലോക്സഭ ഇലക്ഷൻ തോറ്റ മുമ്പ്. ഞങ്ങളെ ചോദിക്കുന്നു, ഞാൻ കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ക്യാബിനറ്റ് കഴിഞ്ഞുള്ള പരിശോധിക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പോലും പരിശോധിക്കും. എല്ലാ കാലത്ത് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെയാണ് ചെയ്ത്? ഇപ്പൊ ജീവനോട് ഭയങ്കര സ്നേഹം. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പേ കമ്മീഷൻ നിയമിച്ച് പേ കമ്മീഷൻ ജോലി പൂർത്തിയാക്കി, പേ കമ്മീഷന്റെ അവാർഡ് പേ കമ്മീഷൻ നടപ്പിലാക്കി. ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകളെല്ലാം ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? പേ കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ്. അങ്ങനെ 6 മാസത്തേക്ക് സമയം കൊടുത്തു. അപ്പൊ അടുത്ത സർക്കാരിന്റെ തലയിലിരിക്കട്ടെ എന്ന്. ഒരു ബാധ്യതയില്ല. DA കുടിശ്ശിക, DR കുടിശ്ശിക, ലീഡർ അടിച്ചു മാറ്റി, പൊളിച്ചു. എന്നിട്ട് വന്നിരുന്നിട്ട് ഭയങ്കര യാന്ത്രം ഞെട്ടി. ഇതിന്റെ എല്ലാത്തിനും ഓരോ തരെ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോക്കില്ലേ? അല്ല, അതൊക്കെ ചെയ്യും. ഇതൊരു സ്പെഷ്യൽ സ്കീമാണ്, അതുപോലെയല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഞാൻ ഇവിടെ ബജറ്റിൽ ഉമ്മൻചാണ്ടിയുടെ കാലം ആരംഭിച്ച 1 ഡസൻ സ്കീം ആരോഗ്യ മേഖലയിൽ ഈ കിടക്കുന്ന ആളുകൾ വസിക്കുന്ന പാവങ്ങൾ അവർക്കൊരു കിരണം പദ്ധതി ഉണ്ടായിരുന്നു. എത്ര പദ്ധതികളാണ് അവസാനിപ്പിച്ചിട്ട് പോയത് ആരോഗ്യ മേഖലയിൽ? ടൈപ്പ് 1 ഡയബറ്റീസിന്, കുഞ്ഞുങ്ങൾക്ക് വരുന്ന ടൈപ്പ് 1 ഡയബറ്റീസ്, അതിനൊരു മെഡിസിൻ ഉണ്ടായിരുന്നു, ഇൻസുലിൻ. എന്നിട്ട് ഇപ്പൊ ഒരു വേറെ വില കുറച്ച് ഇൻസുലിൻ മേടിച്ചു. ക്രൗഡ് ഉണ്ടായിട്ടൊന്നും ഇത് ചെയ്യാൻ സ്വകാര്യ പദ്ധതിയിൽ നിഷേധിക്കുന്ന ചികിത്സ. കാരണം സ്വകാര്യ 200-250 രൂപ കൊടുക്കാനുണ്ട്. കടം വരുത്തി വെച്ച് ബജറ്റ് എന്ന് പറയുന്നത് ബജറ്റിന്റെ പ്രസംഗമല്ല, ബജറ്റിൻ
ഇവിടെയുള്ള ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട്. വേണ്ട സ്ഥലത്ത് പറഞ്ഞു ഇപ്പോ രേഖ മാറ്റി റാംജി ആക്കിയ ബജറ്റ് തന്നെ രൂക്ഷ. ഇത് കേന്ദ്ര അവർ നടത്താനല്ല, ഇത് കേരളത്തിലെ ഫ്യൂച്ചർ ബജറ്റാണ്. വരാനിരിക്കുന്ന ഈ സ്വർണത്തിന്റെ അകത്ത് പുറത്തുകൊണ്ട് നടത്തുന്ന വ്യാപാരമല്ല, സമാന്തരമായി വ്യാപാരികളുടെ വരെ ബിസിനസ് കുറയുകയാണ്. കാരണം ടാക്സ് ഇല്ലാതെ ഇപ്പൊ ശബരിമലയിൽ ഇരട്ടി ആളുകളെ ശബരിമലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൊട്ടിയൂർ അല്ല, നികുതി വർധനവിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, സിറ്റി ഡെവലപ്പ് ഉണ്ടാക്കുന്നത്, MSM ഉണ്ടാക്കുന്നത്, പ്രോത്സാഹിക്കുന്നത് എല്ലാം വരുമാനത്തിന് വേണ്ടിയിട്ടാ. ഈ വാചകം പറഞ്ഞിട്ടുണ്ട്, ഇക്കോണമി സമ്പയെ അല്ല വരുമാനമില്ല. ഒരു കാര്യം മനസ്സിലാദ്യം കൂടി നമ്മൾ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കൂടി വേണ്ടി ഈ സംസ്ഥാന വരുമാനം 70 എക്സ്പെൻസ് ആണ്. എന്താണ്? പെൻഷൻ, പലിശയാണ്. കിഫ്ബിയുടെ എത്രയാണ്? പലിശ കൊടുക്കണം. കഴിഞ്ഞാൽ ഒരു 100 കിട്ടുമാനത്തിൽ ചില ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് 100 രൂപയുടെ 77 രൂപയും കമ്മിറ്റഡ് എക്സ്പെൻസ് ആയിട്ട് ബാക്കി 23 രൂപ അതുകൊണ്ട് വേണം വേറെ വെൽഫെയർ പ്രോത്സാഹിക്കാനാ. അപ്പൊ അതിന് കാറ്റഗറി അതിനൊരു DP കമ്പനികളുമായി ഇൻഷുറൻസ് സ്കീം പ്രാരംഭക്കാണ് 10 എഴുതിയിട്ടുണ്ട്. അതിന് പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പറഞ്ഞു. അത് ഇപ്പം മാറ്റി കുറച്ചുകൂടി വരുത്തി പ്ലാനിങ് ടാങ്ക്. അതിന് അദ്ദേഹം വിഷമമുണ്ടോ? തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന ഗവൺമെന്റിനെ കൂടി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ മാനേജർ. നേരത്തെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, ആ ജോലി ലെഫ്റ്റ് വന്ന വാചകം വർത്തമാന പത്രസമ്മേളനം അതിൽ കുരുങ്ങിക്കിടക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ കേരളത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ഇനി ഇല്ല. പദ്ധതിയെ കുറിച്ച് പരാമർശമുണ്ട്. 2 പ്രതിപക്ഷത്തിൽ തുടങ്ങിയ കാര്യമാണ് പട്ടിക. ഇവിടെ വന്ന് പറഞ്ഞല്ലോ 2011 2010 വരെ കാലം പട്ടിക വർഗക്കാർ എത്ര വീട്? 10 കൊല്ലം കൊണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി ഞാൻ സഭയിൽ മണ്ണെണ്ണ കൈകൂപ്പി നിയമസഭയിൽ ദേവീത് സങ്കടം. മണ്ണെണ്ണ വട്ടി പലിശയ്ക്ക് കടം മേടിച്ചിട്ടാണ് മത്സ്യബന്ധന, പഴയ മത്സ്യലഭ്യത പോലുമില്ല. തിരിച്ചു വരുമ്പോ വട്ടിപ്പലിശക്കാരെ കാത്ത് ഒന്നും കിട്ടിയിട്ടില്ല. സങ്കടമായിരുന്നു. അവർ 50 ആക്കിയിട്ട് ഒന്നും കൊടുത്തില്ല. നമ്മൾ 75 ആക്കി. പകുതിയെങ്കിലും സബ്സിഡി 70 മണ്ണെണ്ണയുടെ ആക്കി. അതൊക്കെയാണ് പ്രവർത്തനം. ഭൂമിയുടെ എണ്ണം പട്ടികജാതി പട്ടികവർഗ മത്സ്യം വർദ്ധിച്ചിട്ട് ഇതൊക്കെ സഭയിൽ സർക്കാർ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടാണ് ഇപ്പൊ നടപ്പാൻ അവസരം. എനിക്ക് അഭിപ്രായമല്ല. ഞങ്ങൾ വല്ല ഇത് കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കിഫ്ബിയുടെ ഈ മോഡലൊന്നും പറ്റില്ല. കിഫ്ബിയോട് ബാധ്യത എത്ര ശതമാനമാണ് ചെയ്യുന്നത്? മാർക്കറ്റ് 9.7% മുഴുവൻ എടുത്തിട്ട് പലിശയുടെ മുഴുവൻ അതാണ് വളരെ മത്സ്യ മേഖലയിലുള്ള വലിയ വിപ്ലവകരമായ തീരുമാനം.
യഥാർത്ഥത്തിൽ ഈ ബജറ്റിലുള്ളത്. There in the budget are going to advertise public sector. Government's fiscal situation is trouble. Our any industry, the private investments, no doubt at all. That is our policy. We will facilitate implementing the private. There are we have fixed the tax that to invite the low alcoholic content liquor to Kerala. There are so many like government of express our government secretary when there are secretary to the state government explain going to secretary express the displeasure of the state government to the Lok Bhavan. It's a procedure. And some there without that express അല്ല ഇത് നിയമിച്ചേക്കല്ലേ, അതിന്റെ റിപ്പോർട്ടില്ലല്ലോ, റിപ്പോർട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അവര് ചെയ്യണ്ടായിരുന്നു. അതെ ഇതില്ലേ ഞാൻ അതാത് റിപ്പോർട്ട് അതാത് 3 വർഷം ഒരു നടന്നു. എന്നിട്ട് പോണ പോക്കിന് ഒരു പേ കമ്മീഷൻ വെച്ചു അടുത്ത സർക്കാരിന്റെ തല പോകുന്ന ഇതൊക്കെ അതിനാണ് ഇനി ഇന്നലെ പത്രസമ്മേളനം ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതായത് ചെയ്തത് വിട്ടത് എന്റെ ഒറ്റ ചോദ്യം അല്ലല്ല കേൾക്ക്, ആരാ ഒപ്പിട്ടത്? കൂടിയ ശേഷം പിൻവലിക്കാൻ അയച്ചത് ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ മരവിപ്പിക്കാനുള്ള കത്ത് ഈ എഗ്രിമെന്റ് ഏത് എഗ്രിമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും എന്റെ ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ, നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറാൻ കൂടി ഗവൺമെന്റ് പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ധാരണ സൂചിപ്പിച്ച കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ചിലർ മാധ്യമങ്ങളും കൂടി പദ്ധതി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് വരും എന്നത് അവാർഡാണ്. വിദ്യാഭ്യാസം വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാ, ഞാനല്ല.
അനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട് ശിവൻകുട്ടി. അതുകൊണ്ടാണ് NCERT പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ, ഇത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ എനിക്ക് മറുപടി നികുതി ഉപയോഗം കേരളം നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്. നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലല്ല, വെയിറ്റ്, ലെറ്റ് മീ കംപ്ലീറ്റ്. നേരമല്ല ചോദിക്കുന്നത്, മീ കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്ത് ആദ്യം ആരോഗ്യ ഇത് അവിടെ ആരോഗ്യം എന്ന പേരിൽ മനസ്സിലായി. ഇതാണ് കാര്യങ്ങള്. അപ്പൊ വെറുതെ ഈ ഞാൻ കേട്ടെ ഒരു മറുപടി മന്ത്രി ഇതിൽ ഒപ്പിട്ട അദ്ദേഹം പറഞ്ഞല്ലോ, കരിക്കുലത്തിന് ഒരു ഫ്രീഡത്തിന് കുഴപ്പമില്ല, ഇഷ്ടം ഇത് പദ്ധതി ആവാസ് യോജനയായിരുന്നു പണ്ട് ഈ PMAY പദ്ധതിയുടെ പേര്, ഇന്ദിരാ ആവാസ് യോജന. പേര് GSTയുടെ പകുതി കേന്ദ്രത്തിലേക്ക് പോകുന്നു. പകുതി 50%. ഇത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ചോദ്യം പിന്നെന്തിനാ മരവിപ്പിച്ചത്? Kerala is a part of that agreement. There is the literacy department and the center. They can have the power. They can only withdraw from the agreement. That agreement deal. അത് നമ്മളെ പറഞ്ഞത്. വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിന്റെ
ക്ലാഷ് ഉണ്ടാവില്ല. CMDRFന് അതിനകത്ത് പരിമിതികളുണ്ട്, കൊടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. ചോദ്യം, ആർക്കിടെക്ചർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് PP തുടങ്ങാണ്. ഗവൺമെന്റും അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഡിസൈൻസ് ശ്രദ്ധിച്ച നമ്മൾ സ്കൂളും ആശുപത്രിയും അംഗൻവാടി എല്ലാം കണ്ട ഒരേപോലെ ഇരിക്കും. ഉണ്ടാകണം. അപ്പൊ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ, നമ്മുടെ ആർക്കിടെക്ട്സിനെ ഇത്രയും വലിയൊരു സെന്റർ ഓറിയന്റേഷൻ അതുകൂടിയാണ് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഞാൻ വന്ന് പറഞ്ഞതല്ല, ഇതൊക്കെ വർഷമായി കഠിനാധ്വാനം നടത്തി അക്കാഡമീഷ്യൻസിനെ വെച്ച് എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുവന്നാണ്. അത്ര ഉള്ളത് ആ പറഞ്ഞ യാത്രയിലും പ്രസംഗങ്ങളിലും പിന്നെ ഈ